ടാ വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്ക്സ് രേവതി. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ദുബായിൽ നിന്നും നാട്ടിലത്തേക്ക് വന്ന ഒരു യാത്രാവിശേഷം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റിട്ടേൺ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നൊരു യാത്രയായാലോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഒരു പേഴ്സൺ, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ പരിചയപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ഒരു പേഴ്സൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നേരത്തെ റെഡി ആയിട്ട് അവൻ്റെ കൂടെ ഒരു ബൈക്കിലൊരു റൈഡൊക്കെ പോയി. എനിക്കിഷ്ടപ്പെട്ട വേഫിൾസൊക്കെ കഴിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് ഞാൻ എയർപോർട്ടിൽ പോയി ചർച്ചിൽ പോയിരുന്നു കേട്ടോ. വെട്ടുകാട് ചർച്ച് എൻ്റെ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എപ്പോഴും ഞാൻ നാട്ടിലത്തേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ തിരിച്ച് റിട്ടേൺ വരുന്ന ടൈമിലും ഞാൻ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചൊരു മൊയ്തിരിയൊക്കെ കത്തിച്ചിട്ടേ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ എയർപോർട്ടിൽ വന്നു, ചെക്കിനൊക്കെ ചെയ്തതിന് ശേഷമുള്ള കാഴ്ചകളും ഫോട്ടോഷൂട്ടും ഒക്കെയാണ് നിങ്ങൾ ആദ്യം ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ കുട്ടി ഫസ്റ്റ് ടൈമാണ് കേട്ടോ പിന്നെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നത്. എൻ്റെ കൂടെയാണ് കുട്ടി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവളുടെ ഒരു ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റ്, കാര്യങ്ങൾ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ. എനിക്ക് ശരിക്കും ഫസ്റ്റ് ടൈം ഞാൻ പോയപ്പോഴത്തേക്കിനും എൻ്റെ ആ ഒരു ഇതൊന്നും പകർത്താൻ ആരും ഇല്ലല്ലോ. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് പേടിച്ചിട്ടൊക്കെയാണ് പോയത്. പുള്ളിക്കാർ ഭയങ്കര ചില്ലായിട്ട് വൈബായിട്ട് ഒരാൾ കൂടെ ഉള്ളതിൻ്റെ ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഞാൻ ഭയങ്കര നെർവസായിട്ടാണ് കേട്ടോ പോയത്. ഇത് വന്നിട്ട് എമിറേറ്റ്സിൻ്റെ പിന്നെ ഒരു ഫ്ലൈറ്റാണ്, എന്താ B999 അങ്ങനെ എന്തോ B777 എന്തോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ലൈക്ക് ഒരു വലിയ തിമിംഗലത്തിൻ്റെ അത്ര ഉണ്ട് കേട്ടോ ഈ ഫ്ലൈറ്റ്. ഇതിനകത്ത് 3 ലൈക്ക് പാർട്ടീഷൻസ് ആയിട്ടാണ് സിറ്റിംഗ് ഏരിയ ഒക്കെ വരുന്നത്. നോർമലി 2 പാർട്ടീഷനൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ 3 പാർട്ടീഷനൊക്കെ കാണുന്നത്. അകത്ത് കയറി വരുമ്പോഴത്തേക്കിനും തന്നെ ഒരു ഭയങ്കര ലക്ഷറി സെറ്റപ്പ്. എനിക്ക് ശരിക്കും മറ്റേ ടൈറ്റാനിക്കിനകത്തേക്ക് ഒരു വ്യൂ കാണിക്കത്തില്ലേ, അതുപോലെയൊക്കെ ഒരു ഫീലായിരുന്നു ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കിനും. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. പുള്ളിക്കാരുടെ ഫോൺ അത്യാവശ്യം കുറച്ച് മോശം കണ്ടീഷനിലായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫോൺ ഞാൻ പുള്ളിക്കാരിക്ക് കൊടുത്തേക്കുമായിരുന്നു. അവളുടെ ഫസ്റ്റ് ഫ്ലൈ ആയതുകൊണ്ട് തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് അവൾക്ക് വിൻഡോ സീറ്റൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് അവളിങ്ങനെ ഇരുന്ന് ഓരോ കാഴ്ചകൾ പകർത്തുകയാണ്. ഈ പകർത്തിയ കാഴ്ചകളെല്ലാം പുള്ളിക്കാരി പകർത്തിയതാണ് കേട്ടോ. ശരിക്കും ഈ ആകാശത്ത് നിന്നും താഴേക്ക് നോക്കാൻ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് നൈറ്റ് സമയത്തെന്ന് പറയുന്നത്. കാരണം ചെറിയ മിന്നാമിനിങ്ങനെ നുറുങ്ങു വെട്ടം പോലെയാണ്. അത്രയും വലിയ വലിയ ബിൽഡിങ്ങുകളിലെ പോലും വെട്ടം നമുക്ക് അത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കിനും കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു നമ്മളിൽ തന്നെ ഒരു കൗതുകം ഉളവാക്കുന്ന കാഴ്ചകളാണ്. ശരിക്കും ഈ പറഞ്ഞ ഒരു വിമാനം കണ്ടുപിടിച്ചതും അത് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണെങ്കിലും അത്ര ഉയരത്തിൽ നമ്മൾ പറക്കുന്നതും ഇതൊക്കെ ശരിക്കും നമുക്ക് സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ലൈഫിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എമിറേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറയാതെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ്സ് അറിയായിരിക്കുമല്ലോ. ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ TV ലൈക്ക് അതിൻ്റെ നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് അവൈലബിൾ ആണല്ലോ. അങ്ങനെ ഇരുന്നു കുറേ ട്രാവലൊക്കെ ചെയ്തിങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ സൺറൈസ് ഒക്കെ ആയി. നമ്മൾ നൈറ്റ് ടൈമും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, മോർണിംഗ് ടൈമും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു നല്ലൊരു കാര്യമായിരുന്നു. അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ അവർക്ക് ആ ഒരു 2 എക്സ്പീരിയൻസും കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാനും ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഫ്ലൈക്ക് ഇതുപോലെ നൈറ്റ് ഇത് ഒരു 12 o'clock പോലെ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. ഞാനും ഏർലി മോർണിംഗ് ആണ് ദുബായിലെത്തിയത്. ഞാനും ഫസ്റ്റ് ഫ്ലൈ എമിറേറ്റ്സിൽ തന്നെയായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഞാൻ എടുത്ത വീഡിയോസൊക്കെ എൻ്റെ ഇപ്പോഴും ഉണ്ടോ, ഞാനിതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ശരിക്കും അത്രയും ഉയരത്തിൽ ആകാശത്തിൽ, അല്ലെങ്കിൽ ആകാശം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മളങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുന്നു, മേഘപാളികൾ, വാട്ട് എവർ ഇറ്റ് ഈസ്. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. ശരിക്കും അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന പോലത്തെ ഒരു ഫീല് എനിക്കിപ്പോഴും ഞാൻ ആ വിൻഡോസിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘപാളികൾ കാണുമ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, എൻ്റെ ഉള്ളിൽ കുട്ടിത്തം ഉണരും. പിന്നെ നമുക്ക് അവിടുത്തെ ഒരു എയർ ഹോസ്റ്റസിനെ നമ്മൾ കറക്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ ക്യാബിൻ ക്രൂവിൽ എയർ ഹോസ്റ്റസിലെ ആ പുള്ളി ഒരു പയ്യനെ ഞാൻ കറക്റ്റ് ചെയ്തപ്പോഴത്തേക്കിനും അവൻ എനിക്കും അവൾക്കും പിന്നെ ഇത് ചോക്ലേറ്റൊക്കെ കൊണ്ട് തന്നു. ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തൊരു കാർഡ് പോലെയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ ആ ഒരു എമിറേറ്റ്സിൻ്റെ തന്നെ ഒരു ചെറിയ ടോയ് ഫ്ലൈറ്റൊക്കെ ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയില്ല. അന്നെങ്കിൽ ഞാൻ പയ്യനെ വായി നോക്കി കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിരുന്നു ആ ട്രാവലിൽ തന്നെ. പിന്നെ ലാസ്റ്റ് വരുന്ന ടൈമിൽ ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ ചെറിയൊരു സെൽഫി എടുത്തിരുന്നു. ഇൻസ്റ്റ ID ഒക്കെ അവൻ തന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചു കേട്ടോ. അതൊക്കെ ഒരു മെസ്മറൈസിങ് മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ എന്താ പറയുക, ലൈക്ക് ഇതൊക്കെയാണ് ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ ദുബായിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു ദുബായ് കാഴ്ചകളോട് കണ്ടാലോ. ട്രിവാൻഡ്രം നമ്മൾ നൈറ്റ് കണ്ടു. ഇത് ഏർലി മോർണിംഗ് ഉള്ള ദുബായിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ദുബായിയുടെ ഒരു വ്യൂ ആണ് ഗൈസ്. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടോളൂ. കണ്ടിട്ടില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. എന്നിരുന്നാലും എൻ്റെ ഫോണിൻ്റെ കാഴ്ചകളിൽ എൻ്റെ ഫോൺ ക്യാമറയിൽ നിന്നും പകർത്തിയ കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് പകർത്തുന്നു. ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്.
ടടാ അങ്ങനെ പോയിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ യാത്രാവിശേഷം എന്ന് പറയുന്നത്. ശരിക്കും എല്ലാം ഓരോ എക്സ്പീരിയൻസസ് ആണ്. ഓരോ യാത്രകളും നമുക്ക് ഓരോ എക്സ്പീരിയൻസസ് ആണ്, ഓരോ ലെസൺസ് ആണ്. അപ്പം ഈ ഒരു യാത്ര എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടുള്ളതൊന്നായിരുന്നില്ല. മറ്റൊരാളുടെ സന്തോഷം കണ്ടുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവരുടെ ആ ഒരു സന്തോഷത്തിനെ പകർത്തിക്കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. സോ ഇവിടെ ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. സോ ഇതേ ഉള്ളൂ എൻ്റെ ഈ നാട്ടിൽ നിന്നും തിരിച്ച് ദുബായിലേക്ക് വന്ന യാത്രാവിശേഷങ്ങൾ. സോ ഗൈസ് ഈ ഒരു ടൈമിൽ ഞാൻ എടുത്ത 1-2 ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളോടെ ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് എവർ യാത്ര ഏതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ട്രിപ്പ് അല്ലെങ്കിൽ ഫേവറേറ്റ് പേഴ്സൻ്റെ കൂടെ ഉണ്ടായിരുന്ന ട്രിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഞാൻ അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. കണ്ടൻറ്റിന് ഭയങ്കരമായിട്ടുള്ള ക്ഷാമമുണ്ട്, അതുകൊണ്ട് കിട്ടുന്നതെല്ലാം ഞാൻ കണ്ടൻറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരയ്ക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ദിസ് ഇസ് മീ രേവതി സൈനിങ് ഓഫ് ഫ്രം ടോക്സ് ആൻഡ് വോക്സ് ബൈ രേവതി. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.